ഇതിപ്പോൾ ആകെ കൺഫ്യൂഷൻ ആയല്ലോ. അതായത് ഒരേ പേര്, ഒരേ സ്ട്രെങ്ത്, പക്ഷേ ഒന്നിന് 10 രൂപ മറ്റൊന്നിന് 100 രൂപ. ശരിക്കും ഈ ബ്രാൻഡഡ് മരുന്നുകൾ ജനറിക് മരുന്നിനേക്കാൾ എഫക്റ്റീവ് ആണോ? എന്താണ് ഈ ബ്രാൻഡഡ് മെഡിസിൻസ്? അതായത് ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഉണ്ടെന്ന് വിചാരിക്കുക. അവർ ഈ റിസർച്ചൊക്കെ നടത്തിയിട്ട് സീറോയിൽ നിന്ന്, അതായത് ഒരു കെമിക്കൽ കോമ്പൗണ്ടിനെയൊക്കെ കണ്ടുപിടിച്ച് ഒരു ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് ആയിട്ട് അങ്ങ് ഉണ്ടാക്കും. എന്നിട്ട് അതിനെ മാർക്കറ്റ് ചെയ്യും. ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾക്ക് ഒരു പാറ്റന്റ് കാലാവധി ഉണ്ടാവും ഫോർ സം ഇയേഴ്സ്. ഇങ്ങനെയൊരു ടൈപ്പ് മെഡിസിൻസിനെയാണ് നമ്മൾ ബ്രാൻഡഡ് മെഡിസിൻസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ ജനറിക് മെഡിസിൻസ്? അതായത് ഈ ബ്രാൻഡഡ് മെഡിസിൻസിന്റെ പാറ്റന്റ് കാലാവധി കഴിയുമ്പോൾ ചില ജനറിക് കമ്പനീസ് ആ ബ്രാൻഡഡ് മെഡിസിൻസിന്റെ എക്സാക്ട് കോമ്പോസിഷൻ ഉപയോഗിച്ചിട്ട് അവരുടെ പേരിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അതിനെ അങ്ങ് മാർക്കറ്റ് ചെയ്യും. ഇങ്ങനെയുള്ള മെഡിസിൻസിനെയാണ് നമ്മൾ ജനറിക് മെഡിസിൻസ് എന്ന് പറയുന്നത്. അല്ല, അപ്പോൾ ഈ ജനറിക് മെഡിസിനും ഈ ബ്രാൻഡഡ് മെഡിസിനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താ? അതിലൊന്നാമത്തതാണ് പ്രൈസിങ്. എപ്പോഴും ഒരു ബ്രാൻഡഡ് മെഡിസിന് കുറച്ചും കൂടി പൈസ അധികമായിരിക്കും. കാരണം അവരുടെ ഈ റിസർച്ച് കോസ്റ്റും ഈ മാർക്കറ്റിംഗ് കോസ്റ്റൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് അവരുടെ വില നിശ്ചയിക്കുക. നേരെ മറിച്ച് ജനറിക് കമ്പനീസിന്റെ കേസിലാണെങ്കിലോ അവർ ഈ മാർക്കറ്റിംഗ് കോസ്റ്റും അതുപോലെ തന്നെ ഓപ്പറേഷണൽ കോസ്റ്റൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് അവരുടെ വില നിശ്ചയിക്കുക. എപ്പോഴും ഒരു ബ്രാൻഡഡ് മെഡിസിൻ ഫാൻസിയർ പാക്കേജിംഗ് ആണ് ചൂസ് ചെയ്യുക. പിന്നെ ഇതിലെ സൈസ്, ഷേപ്പ്, കളർ അതിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഒരു ബ്രാൻഡഡും അതുപോലെ തന്നെ ഒരു ജനറിക് മെഡിസിൻസിലുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ്, അതായത് മെയിൻ കോർ എലമെന്റ് സെയിം ആയിരിക്കും. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ചില ആൾക്കാർക്കെങ്കിലും ഒരു ജനറിക് മെഡിസിന്റെ സേഫ്റ്റി അതുപോലെ തന്നെ ഒരു എഫക്റ്റീവ്നെസ്സിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടാവും. ലോകത്തിൽ എവിടെയും ഒരു ജനറിക് മെഡിസിൻ മാർക്കറ്റിൽ എത്തിക്കണം എന്നുണ്ടെങ്കിൽ അത് ആദ്യം ബയോ ഇക്വലൻസ് ടെസ്റ്റ് പാസ്സാവണം. ഇനി എന്താണ് ഈ ബയോ ഇക്വലൻസ് ടെസ്റ്റ്? അതായത് എങ്ങനെയാണോ ഒരു ബ്രാൻഡഡ് മെഡിസിൻ നമ്മുടെ ശരീരത്തിൽ ആക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ആയിരിക്കണം അതിന്റെ ജനറിക് വേർഷൻ നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യാൻ. ഇതിങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ടെസ്റ്റിനെയാണ് നമ്മൾ ബയോ ഇക്വലൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ ചില എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതായത് ഇൻസുലിൻ, മോണോക്ലോണൽ ആന്റിബോഡീസ്, നാരോ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് മരുന്നുകളുണ്ട്. അതായത് ഈ ബ്ലഡ് തിന്നേഴ്സ് ആയിട്ടുള്ള ആസ്പിരിൻ, പിന്നെ കാർഡിയാക് ഡ്രഗ് ആയിട്ടുള്ള ഡിജോക്സിൻ പോലുള്ള മരുന്നുകൾ, അതുപോലെ തന്നെ എക്സ്റ്റൻഡഡ് റിലീസ്, മോഡിഫൈഡ് റിലീസ് മരുന്നുകളൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ മാറ്റുമ്പോൾ എപ്പോഴും ഒരു ഡോക്ടറുടെ നിർദ്ദേശം പാലിക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് എന്താ? എപ്പോഴും ഒരു മരുന്ന് വാങ്ങുമ്പോൾ അതിൻ്റെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് ചെക്ക് ചെയ്യുക, അല്ലാതെ ബ്രാൻഡ് നെയിം അല്ല. കൂടാതെ എല്ലാ ജനറിക് മരുന്നുകളും എപ്പോഴും സേഫും എഫക്റ്റീവും അതുപോലെ തന്നെ അഫോർഡബിളും ആയിരിക്കും. മരുന്നുമായിട്ടുള്ള എന്ത് സംശയങ്ങൾക്കും ഒരു ഡോക്ടറുടെയോ അല്ലെങ്കിൽ ഒരു ഫാർമസിസ്റ്റിൻ്റെയോ സഹായം തേടുക.